കാര്യങ്ങൾ സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി പ്രതിഷേധിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള തീരുമാനമല്ല, ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള നിലപാട് അല്പസമയം മുമ്പ് SFI സംസ്ഥാന സെക്രട്ടറി പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ്. അത്തരത്തിൽ തന്നെ കടുത്ത ഉപരോധം അവിടെ തീർക്കുകയാണ് SFI. അതിനാൽ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ളത് പോലീസിനും വലിയ വെല്ലുവിളിയായി മാറുന്നു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും പോലീസിന് ലാത്തി വീശേണ്ട സാഹചര്യം വരുന്നു. അത്തരത്തിൽ ബലപ്രയോഗം നടത്തേണ്ട സാഹചര്യങ്ങൾ വരുന്നു. കൈകൾ കൂട്ടിക്കെട്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് മാറില്ല, പ്രതിഷേധം തുടരും എന്ന ഉറച്ച നിലപാടിൽ തന്നെ SFI പ്രവർത്തകർ അവിടെ തുടരുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ SFI പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഇവരെ അവിടെ നിന്നും ഗവർണർ എത്തുന്നതിന് മുമ്പ് പൂർണ്ണമായി നീക്കം ചെയ്യുക എന്നത് തന്നെയാണ് പോലീസിന്റെ ഉദ്ദേശം. പക്ഷേ അത് പോലീസ് ആദ്യഘട്ടത്തിൽ വിചാരിച്ചതുപോലെ അത്രത്തോളം എളുപ്പമായി നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തറയിൽ കിടന്നും ഉറക്കെ ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം തീർക്കുകയാണ് SFI. ഗവർണർ വൈകുന്നേരം 7 മണിയോടുകൂടി അവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കരുതുന്നത്. ആ സമയവും അവിടെ പ്രതിഷേധവുമായി നീങ്ങാനും ഗവർണറെ ഗസ്റ്റ് ഹൗസിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള അത്തരത്തിൽ വളരെ വലിയ പ്രതിരോധം തീർക്കാനും തന്നെയാണ് SFIയുടെ തീരുമാനം. എന്നാൽ ആ തീരുമാനം നടപ്പാക്കാതിരിക്കാൻ, അവിടെ ഒരു പ്രതിഷേധമോ സംഘർഷ സമാനമായ സാഹചര്യമോ ഉണ്ടാകാതിരിക്കാനുള്ള പ്രയത്നം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. MS അനീഷ് കുമാർ തുടരുകയാണ്. അനീഷ്, ഇവിടെ ഗവർണർ എത്തുമ്പോഴേക്കും ആ ഒരു സമയത്തും ഇതുപോലെ ശക്തമായ പ്രതിരോധം തീർക്കുക, പ്രതിഷേധം തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് SFI പ്രവർത്തകർ അവിടെ തുടരുന്നത്. എന്നാൽ അത് പോലീസിന് അനുവദിക്കാൻ കഴിയുന്ന കാര്യമല്ല. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പല ഘട്ടത്തിലും ശക്തമായ ഉപരോധം തീർക്കുന്നത് കൊണ്ട് തന്നെ ലാത്തി വീശേണ്ട സാഹചര്യവും ബലപ്രയോഗം നടത്തേണ്ട സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഗവർണർ എത്തുന്നതിന് മുമ്പ് പൂർണ്ണമായും പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കുക തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. അല്ല എന്നുണ്ടെങ്കിൽ ഗവർണർ തന്നെ നേരത്തെ വെല്ലുവിളിക്കുകയുണ്ടായി. ഇത്തരത്തിൽ പ്രതിഷേധക്കാർ ഗവർണർക്ക് മുമ്പിലേക്ക് എത്തുകയാണെങ്കിൽ കാറിന് വെളിയിലേക്ക് ഇറങ്ങി പ്രതിഷേധക്കാരെ നേരിടും എന്ന് ഗവർണർ കൂടി നേരത്തെ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ആ ഒരു സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ അതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. പൂർണ്ണമായും പ്രതിഷേധക്കാരെ നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്, അല്ലേ? വളരെ വലിയ പ്രതിഷേധമാണ് അല്ലെങ്കിൽ പ്രതിരോധമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. നേരത്തെ പോലീസുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ഈ ഗസ്റ്റ് ഹൌസിന് മുന്നിലേക്ക് മാർച്ച് നടത്തും, അതിനുശേഷം ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി പിരിയുമെന്ന രീതിയിലായിരുന്നു. ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. എന്നാൽ അറസ്റ്റ് വരിച്ചു പോകാൻ പ്രവർത്തകർ തയ്യാറായില്ല. പക്ഷേ വലിയൊരു സംഖ്യ പോലീസ് സേന സ്ഥലത്തുള്ളതുകൊണ്ട് തന്നെ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ മാറ്റാൻ പറ്റുമെന്ന് കരുതിയിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധം ഈ റോഡിൽ ഇറങ്ങിക്കിടന്നാണ് ഈ റോഡിൽ കടന്ന് പരസ്പരം കൈകൾ പിണച്ചാണ് അവർ പ്രതിഷേധിച്ചത്. എഴുന്നേൽക്കുന്നതിന് വലിയ പ്രതിഷേധവും ഉണ്ടായി. ഇതിനെ തുടർന്ന് പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി പ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. ഇതോടെ പ്രവർത്തകർ കൂടുതൽ പ്രകോപിതരാവുകയും അറസ്റ്റിന് വഴങ്ങാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പെൺകുട്ടികൾ അടക്കമുള്ളവർ വലിയ പ്രതിഷേധം തന്നെ തീർത്തു. വനിതാ പോലീസുകാർ അടക്കമുള്ളവർ വലിയ ബലം പ്രയോഗിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായൊരു പ്രതിഷേധം ഇപ്പോൾ ഒരു പ്രവർത്തനം വലിച്ചെറിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ബലം പ്രയോഗിച്ച് തന്നെ എടുത്തെറിയുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ചില പ്രവർത്തകർക്ക് നേരെ ലാത്തി ഉപയോഗിച്ചുള്ള മർദ്ദനങ്ങളൊക്കെ നടന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ മുണ്ടൊക്കെ ഒരു പ്രവർത്തനം മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയുന്നു. മുണ്ടൊക്കെ പറിച്ച് കളഞ്ഞ് മുണ്ട് തിരിച്ചു ചോദിച്ച പ്രവർത്തകൻ അത് നൽകുകയും പോലും ചെയ്തില്ല. പിടിച്ചു വലിച്ച് ഇഴച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളുണ്ട്. വലിയ തോതിലുള്ള പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പ്രതിരോധം SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. 6:50 ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുന്നത്. അവിടെ നിന്നും കാർ മാർഗമാണ് നമുക്ക് ഈ പ്രതിഷേധവും പ്രകടനങ്ങളൊക്കെ നടക്കുന്ന ഹോസ്റ്റലിലേക്ക് എത്തുക. ആ ഹോസ്റ്റലിലേക്കാണ്
SFI പ്രവർത്തകർ മാർച്ച് നടത്തുകയും ആ പ്രവർത്തകരെ ബലപ്രയോഗത്തിലൂടെ ഇപ്പോൾ പോലീസ് നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലുള്ള ഏതാണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാർ ഈ പ്രതിഷേധത്തെ നേരിടാനായി ഈ ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്ക് സർവകലാശാല ക്യാമ്പസിലേക്ക് എത്തിയിരുന്നു. സർവകലാശാല വളപ്പ് പൂർണ്ണമായും പോലീസിന്റെ ഒരു നിയന്ത്രണത്തിലാണ്. ഇപ്പോഴും പ്രവർത്തകരെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിരോധം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാന നേതാക്കൾ ഇപ്പോഴും അവരുടെ പ്രതിരോധം തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ ഒരു അളവിൽ വനിതാ പോലീസുകാരടക്കമുള്ളവർ ഈ സമരത്തെ അടിച്ചമർത്താനായി അല്ലെങ്കിൽ ഈ സമരക്കാരൻ ഇവിടെ നിന്നും നീക്കം ചെയ്യാനായി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവർ എന്നാൽ പ്രതീക്ഷേനേക്കാൾ കൂടുതൽ സമയം പ്രതീക്ഷേനേക്കാൾ വലിയ പ്രതിഷേധം ഈ പ്രവർത്തകരെ പിരിച്ചുവിടാൻ വേണ്ടി വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർഷോയെ പോലീസ് ഇതിനകം SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോയെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ആർഷോയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം വരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും. കാലിക്കറ്റ് സർവകലാശാലയിൽ SFIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം തീർക്കുകയാണ് SFI. ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM മാർഷോയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രതിഷേധം മാറിയിരിക്കുന്നു. ഗവർണർ എത്തുന്നതിന് മുമ്പ് എല്ലാ പ്രതിഷേധക്കാരെയും അവിടെ നിന്ന് നീക്കാനുള്ള ഉദ്ദേശത്തിലും ശ്രമത്തിലുമാണ് പോലീസ് ഉള്ളത്. എന്നാൽ ഗവർണർ എത്തുമ്പോഴും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് ഗവർണറെ ഗസ്റ്റ് ഹൌസിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച ആ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. വലിച്ചിഴച്ചും ലാത്തി വീശിയും ബലപ്രയോഗം നടത്തിയും ഒക്കെ തന്നെ SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യമാണ് അവിടെ വന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കുകയാണ് SFI പ്രവർത്തകർ ഇപ്പോൾ. തൊട്ടടുത്ത് പോയിട്ട് മറ്റുള്ള എടുക്കണ്ടേ കുറച്ച് മാറുന്ന എന്തെടുത്തു അതിന്റെ അടുത്തേക്കാണ് പോയിട്ട് എന്ത് കാര്യ ഘട്ടത്തിലുണ്ടാവുന്നത്